സർ, AI അഥവാ നിർമ്മിത ബുദ്ധി വലിയൊരു വിപ്ലവത്തിനാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഒപ്പം തന്നെ പല മേഖലകളിലും തൊഴിൽ നഷ്ടങ്ങൾ ഉണ്ടാകുമെന്നൊക്കെ ഒരു പേടിയുണ്ട്. അത് ഈ സെയിൽസിന്റെ കാര്യത്തിലും അഡ്മിനിസ്ട്രേറ്റീവ് വിങ്ങിലും ഒക്കെയാണ്. ഒപ്പം തന്നെ IT മേഖലയിൽ ഈ AI ഒരു വലിയ വെല്ലുവിളി ഉയർത്തുന്നുണ്ടോ? അതുമായി ബന്ധപ്പെട്ട വിദഗ്ധർ പറയുന്നത് അവിടുത്തെ പുതിയ ചില പ്രശ്നങ്ങൾക്ക് ഈ AI മാത്രമല്ല കാരണം എന്നതാണ്. സാറിന് എന്താണ് അതിൽ പറയാനുള്ളത്? ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ വിഷയം വലിയൊരു ചർച്ചാ വിഷയമായിട്ടുണ്ട്. പ്രത്യേകിച്ച് IT മേഖലയിലെ വിദഗ്ധരായ ശ്രീധർ വെമ്പു അല്ലെങ്കിൽ അതുപോലെ തന്നെ ഉദിത് ഗോയങ്ക തുടങ്ങിയവരൊക്കെ ഈ വിഷയത്തെക്കുറിച്ച് വളരെ ഉൾക്കാഴ്ചയുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ സാങ്കേതികമായിട്ടുള്ള ഒരു വിഷയങ്ങളിലേക്ക് അഭിപ്രായം പറയാൻ ഞാൻ ആളല്ല. പക്ഷേ ഇത് സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും അല്ലെങ്കിൽ വ്യവസായങ്ങളുടെ മേൽ ഉണ്ടാക്കുന്ന ഒരു സമ്മർദ്ദം, അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വളരെ വ്യാപകമായിട്ട് ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, ആ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന സമ്മർദ്ദം, അതിനെക്കുറിച്ച് തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും അഭിപ്രായം പറയാനുള്ള ഒരു സ്വാതന്ത്ര്യവും അവസരവുമുണ്ട്. അപ്പൊ ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ചർച്ചയ്ക്ക് തുടക്കമിട്ടത് ശ്രീധർ വെമ്പുവാണ്. അദ്ദേഹത്തിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലുമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു IT മേഖലയിലെ വ്യവസായിയാണ് ശ്രീധർ വെമ്പു. അദ്ദേഹത്തിന്റെ സോഹോ എന്ന് പറയുന്ന കമ്പനി അത് വളരെയധികം IT മേഖലയിൽ വളരെ നിർണായകമായിട്ടുള്ള സാന്നിധ്യമുള്ള ഒരു കമ്പനിയാണ്. അതുപോലെ തന്നെ അദ്ദേഹം മുൻകാലത്ത് US ക്വാൽകോമിന്റെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനായിരുന്നു. പിന്നീട് ഈ മേഖലയെക്കുറിച്ച് വളരെ നിർണായകമായ നിരീക്ഷണങ്ങളും അതുപോലെ സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിലുള്ള ഒബ്സർവേഷൻസും കൃത്യമായി നടത്തുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. പക്ഷേ ഈ വസ്തുത അംഗീകരിക്കുമ്പോൾ തന്നെ ഒരു ചെറിയ വിയോജിപ്പോടു കൂടിയാണ് അത് അംഗീകരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തൊഴിൽ നേരിട്ടെടുത്ത് മാറ്റുകയല്ല ചെയ്യുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൊണ്ട് ചില തൊഴിലുകളൊക്കെ തന്നെ നഷ്ടപ്പെടാം. പ്രത്യേകിച്ച് IT മേഖലയിലെ പ്രോഗ്രാമിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല മേഖലകളിലും തൊഴിൽ നഷ്ടങ്ങൾ ഉണ്ടാകാം. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വ്യാപകമായി ഉപയോഗിക്കാൻ തുടങ്ങിയതോടുകൂടി ഇന്ത്യയിലേക്ക് പലപ്പോഴും ഇന്ത്യയിലെ വലിയ IT കമ്പനികൾക്കൊക്കെ തന്നെ പുറം കരാറുകളാണ് കിട്ടുന്നത്. അമേരിക്കയിലെയും യൂറോപ്പിലെയും ഒക്കെ ഉള്ള വലിയ കമ്പനികളിൽ നിന്നുള്ള കരാറുകൾ, ബാങ്കുകളാവാം, മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആവാം, അവിടെ നിന്നൊക്കെയുള്ള കരാറുകളാണ് കിട്ടുന്നത്. ഈ കരാറ് കൊടുക്കുന്ന പാശ്ചാത്യ കമ്പനികൾ സ്വന്തം ഇൻഎഫിഷ്യൻസീസ് തിരിച്ചറിയും ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരുന്നതോടുകൂടി. കാരണം അവരാവശ്യമില്ലാതെ ഈ മേഖലയിലേക്ക് പണം മുടക്കുകയാണ്. അവരുടെ ഇന്റേണൽ IT സിസ്റ്റംസ് സ്ട്രീംലൈൻ ചെയ്യുകയും അവര് ഇപ്പോൾ ഇതിനുവേണ്ടി ഇയർമാർക്ക് ചെയ്തിരിക്കുന്ന ബഡ്ജറ്റ് അത് കൂടുതലാണെന്നും അത് കുറയ്ക്കാമെന്നും ഒക്കെയുള്ള തിരിച്ചറിവ് അവർക്ക് കൈവരും. അപ്പൊ അങ്ങനെ കൈവരുമ്പോഴത്തേക്ക് അവര് ഇതിനുവേണ്ടി മുതൽ മുടക്കിയിരിക്കുന്ന തുക കുറയ്ക്കും. അത് സ്വാഭാവികമായിട്ടും ഇന്ത്യയിലെ ടെക്നോളജി കമ്പനികളെ ബാധിക്കും. ആ ടെക്നോളജി കമ്പനികളിൽ പ്രധാനമാണ് ഇൻഫർമേഷൻ ടെക്നോളജിയുടെ IT മേഖലയിലെ സോഫ്റ്റ്വെയർ കമ്പനികൾ. അപ്പൊ തീർച്ചയായിട്ടും 2025 തൊട്ടുള്ള വർഷങ്ങളിൽ IT മേഖലയിലെ സോഫ്റ്റ്വെയർ കമ്പനികളുടെ ഹയറിങ് കുറയാൻ തന്നെയാണ് സാധ്യത എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് ഉദിത് ഗോയങ്കയും ശരിവെക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് എൻട്രി ലെവൽ IT ജോബ്സിന് 2025 തൊട്ട് വളരെ അവസരങ്ങൾ കുറയാനാണ് സാധ്യത. അത് മാത്രമല്ല, അദ്ദേഹം ചെറുപ്പക്കാർക്ക് കൊടുക്കുന്ന ഒരു ഉപദേശം, ലൈവ് പ്രോജക്റ്റുകൾ, അതുപോലെ ഓപ്പൺ സോഴ്സ് പ്ലാറ്റ്ഫോം, അങ്ങനെയൊക്കെയുള്ള മേഖലകളിൽ കൂടുതൽ കോൺട്രിബ്യൂഷൻ നടത്തുകയും വൈദഗ്ധ്യം നേടിയെടുക്കുകയും ഒക്കെ ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ എൻട്രി ആയിട്ട് ഈ മേഖലയിലേക്ക് വരുന്ന അഭ്യസ്ത വിദ്യരായ ചെറുപ്പക്കാരൻ ചെയ്യണം. ശ്രീധർ വെമ്പു ഒരു കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് പലപ്പോഴും ഇന്ത്യയിലെ IT കമ്പനികൾ വലിയ രീതിയിൽ ഹയറിങ് നടത്തി കഴിഞ്ഞ കുറച്ച് കാലങ്ങളിലായിട്ട്. അത് ശരിക്കും പറഞ്ഞാൽ അത് ആവശ്യമില്ലായിരുന്നു. അതിന്റെ കാരണമായി അദ്ദേഹം പറയുന്നത് ഈ IT മേഖലയിലേക്ക് വെഞ്ചർ ക്യാപിറ്റല്, അതുപോലെ പ്രൈവറ്റ് ഇക്വിറ്റി, പിന്നെ ഈ പല IT കമ്പനികളും IPO നടത്തി, ഇനീഷ്യൽ പബ്ലിക് ഓഫർ. അപ്പൊ ഈ IPOകളും ഒക്കെ നടത്തിയിട്ട് അവിടേക്ക് മൂലധനം വലിയ തോതിൽ വന്നു. ഇങ്ങനെ മൂലധനം വരുമ്പോഴേക്കും സംബന്ധിച്ചിടത്തോളം ഇവർക്ക് കമ്പനി വികസിപ്പിക്കാനുള്ള
അങ്ങനെ ഒരുപാട് ആൾക്കാരെ വർഷവും റിക്രൂട്ട് ചെയ്യാൻ തുടങ്ങി. വലിയ മേജർ കമ്പനികൾ തൊട്ട് ഇടത്തരം കമ്പനികൾ വരെ അത് ചെയ്തു. അങ്ങനെ ഇവർക്ക് വലിയൊരു ബെഞ്ച് സ്ട്രെങ്ത് ഉണ്ടായി. പലരും അങ്ങനെ റിക്രൂട്ട് ചെയ്ത നിരവധി ആൾക്കാർ അവിടെ ഉണ്ടായി. അപ്പൊ ഇവർക്കൊക്കെ ശമ്പളം കൊടുക്കണം. പലപ്പോഴും കൃത്യമായ രീതിയിൽ വർക്ക് അല്ലെങ്കിൽ ഔട്ട്പുട്ടിന്റെ അടിസ്ഥാനത്തിലല്ല, നമ്പർ ഓഫ് അവേഴ്സിന്റെ അടിസ്ഥാനത്തിലാണ് ശമ്പളം നിർണ്ണയിക്കാൻ തുടങ്ങിയത്. അങ്ങനെ ഒരുപാട് ഡിസ്ക്രപ്പൻസീസ് ഈ മാനേജ്മെന്റ് ഭാഗത്ത് ഉണ്ടായി. ഇങ്ങനെയുള്ള ഡിസ്ക്രപ്പൻസീസ് കാരണം പലപ്പോഴും ഇവര് വളരെ അഗ്രസീവായിട്ട് വിദേശങ്ങളിൽ പോയി മാർക്കറ്റ് ചെയ്യും. കാരണം ഇവർക്ക് ഇത്രയും സ്റ്റാഫ് ഇവിടെ ഇരിക്കുകയാണ്. അപ്പൊ വിദേശത്ത് പോയിട്ട് അവര് ഇപ്പം വിദേശ ബാങ്കുകളാവാം, അല്ലെങ്കിൽ വിദേശ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളാവാം, അതുപോലെ മറ്റ് വലിയ കോർപ്പറേറ്റുകളാവാം, അവിടെയൊക്കെ ചെന്നിട്ട് അവരിൽ അവരുടെ IT സിസ്റ്റംസിന് പരിമിതി ഉണ്ടെന്നും അത് വിപുലപ്പെടുത്തണമെന്നും അവിടേക്ക് കൂടുതൽ നിക്ഷേപം നടത്തണമെന്നും അങ്ങനെയൊക്കെ അവരെ ധരിപ്പിക്കുകയും അതിൽ ഇന്ത്യൻ ഇന്ത്യയുടെ കമ്പനികളിലെ മാർക്കറ്റിംഗ്, IT-യിലെ മാർക്കറ്റിംഗ് വിഭാഗങ്ങൾ വളരെയധികം വിജയിച്ചു എന്നാണ് ശ്രീധർ വെമ്പു പറയുന്നത്. അങ്ങനെ പാശ്ചാത്യ ലോകത്ത് നമ്മുടെ മാർക്കറ്റിംഗുകാർ ഒരുപാട് ഇൻഎഫിഷ്യൻസീസ് പല കോർപ്പറേറ്റ്സിലും ക്രിയേറ്റ് ചെയ്യും. ആ ഇൻഎഫിഷ്യൻസീസ് ആണ് അവരെ കൊണ്ട് ഇന്ത്യയിലേക്ക് ധാരാളം വർക്ക് ഔട്ട്സോഴ്സ് ചെയ്യിച്ചത്. പക്ഷേ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരുമ്പോഴേക്കും പല മേഖലകളിലെയും വിശകലനങ്ങളും പല വിലയിരുത്തലുകളും അതുപോലെ ആത്മപരിശോധനകളും ഒക്കെ ഈ കമ്പനികൾക്ക് തന്നെ ചെയ്യാം. അവിടുത്തെ IT വിങ്ങുകൾ തന്നെ ഇന്റേണൽ ആയിട്ടുള്ള വിങ്ങുകളെല്ലാം ചെയ്യും. അപ്പോഴായിരിക്കും അവർ ഈ ഇൻഎഫിഷ്യൻസീസ് തിരിച്ചറിയുന്നത്. ഈ ഇൻഎഫിഷ്യൻസീസ് തിരിച്ചറിയുമ്പോൾ തന്നെ അവരുടെ സിസ്റ്റം മുഴുവൻ സ്ട്രീം ലൈൻ ചെയ്യും. ഈ പണ്ട് ശ്രീധർ വെമ്പു പറയുന്നത് പലപ്പോഴും സ്വന്തം എക്സിസ്റ്റിംഗ് സിസ്റ്റംസിനെ, IT സിസ്റ്റംസിനെ ബലപ്പെടുത്താനായിട്ട് തന്നെ അവർ വലിയൊരു തുക എല്ലാ വർഷവും കോർപ്പറേറ്റ് ബജറ്റുകളിൽ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇതൊക്കെ തന്നെ അധിക ചെലവായിട്ട് ഇന്ന് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ വരവോടുകൂടി ഇവർ തിരിച്ചറിയുന്നു. അങ്ങനെ തിരിച്ചറിയുന്നതിന് നഷ്ടം വരാൻ പോകുന്നത് ഈ ഔട്ട്സോഴ്സ് വർക്കുകൾ കിട്ടിക്കൊണ്ടിരുന്ന നമ്മുടെ സ്ഥാപനങ്ങൾക്കാണ്. അപ്പോ ഇന്ത്യയിലെ IT മേഖലയിലെ സ്ഥാപനങ്ങൾക്ക് ഈ ഒരു പാശ്ചാത്യ ലോകത്തെ ഈ തിരിച്ചറിവുകൾ വലിയൊരു അടി കിട്ടാനാണ് സാധ്യത. അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ഇപ്പൊ ഇന്ത്യൻ ബാങ്കുകൾ, ഇന്ത്യയിലെ ഫിനാൻസ് സ്ഥാപനങ്ങൾ, ഇപ്പൊ ഉദാഹരണത്തിന് ചിലപ്പോൾ മുത്തൂറ്റ് ഫിൻകോർപ്പ് അല്ലെങ്കിൽ മണപ്പുറം, അവരൊക്കെ തന്നെ ഈ പാശ്ചാത്യ കമ്പനികളെക്കാൾ, പാശ്ചാത്യ ബാങ്കുകളെക്കാൾ വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള IT സ്പെൻഡിങ് ആയിരുന്നു ഇന്ത്യൻ ബാങ്കുകളുടെയും ഫൈനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ആണ് ശ്രീധർ വെമ്പുവിന്റെ ഒരു അഭിപ്രായം. അപ്പം അദ്ദേഹം പറയുന്നത് ഇന്ത്യയില് ഈ ഒരു തിരിച്ചറിവ് ഉണ്ടായി. പാശ്ചാത്യ ലോകത്ത് ഒരുപക്ഷെ അവർക്ക് ധാരാളം ഫണ്ടുള്ളതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവര് ഇന്ത്യൻ സോഫ്റ്റ്വെയർ കമ്പനീസിന്റെ മാർക്കറ്റിംഗുകാരുടെ ഒരു വിജയം ആയിരിക്കാം. എന്തായാലും ശരി, അവർ വളരെയധികം തുക അനാവശ്യമായിട്ട് ചെലവഴിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ തന്നെ പല പാശ്ചാത്യ കമ്പനികളും ഇത് തിരിച്ചറിഞ്ഞിരിക്കുന്നു ശ്രീധർ വെമ്പു പറയുന്നത്. അവർ നിശ്ചയമായിട്ടും അവരത് നടപടിയെടുക്കും. കാരണം കോസ്റ്റ് കട്ടിങ്, കോസ്റ്റ് സേവിങ് ആണ്. ആ സേവിങ് അവർക്ക് വലിയ രീതിയിൽ മുന്നോട്ട് പോകാൻ അവരെ സഹായിക്കും. ഇത് കാരണം ഇന്ത്യയിലെ ചെറുപ്പക്കാർ കരുതിയിരിക്കണം എന്നുള്ള ഒരു സൂചനയാണ് ഇന്ന് ഇന്ത്യയിലെ തന്നെ IT മേഖലയിലെ വിദഗ്ധർ നൽകുന്നത്. നമ്മൾ കഴിഞ്ഞ കുറച്ചു നാളായിട്ട് നമ്മൾ ശ്രദ്ധിച്ചാൽ വളരെ വ്യത്യസ്തങ്ങൾ, എന്തോ ഒരു പ്രതിസന്ധിയോ ഉരുണ്ടു കയറുന്നതായിട്ടുള്ള ഒരു സൂചനകൾ പലരും നൽകിയിരുന്നു. ഇപ്പം നമ്മുടെ നാരായണമൂർത്തി, ഇൻഫോസിസിന്റെ സ്ഥാപകൻ, അദ്ദേഹം ഏറ്റവും കുറഞ്ഞത് 70 മണിക്കൂർ 80 മണിക്കൂറൊക്കെ ജോലി ചെയ്യണം എന്ന് പറയുമ്പോൾ എവിടെയോ ഒരു അപകടം അദ്ദേഹം ഉണ്ടായിരുന്നു. അതായത് വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ആൾക്കാരെ പിരിച്ചുവിടുമെന്നും വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ഔട്ട്സോഴ്സ് ചെയ്ത് കിട്ടുന്ന വർക്കിന്റെ മൂല്യം കുറയുമെന്നും ഒക്കെയുള്ള ഒരു തിരിച്ചറിവ് നാരായണമൂർത്തിയെ പോലുള്ള ഒരു വ്യവസായിക്ക്, പൂർണ്ണബുദ്ധിയും ദീർഘദൃഷ്ടിയുമുള്ള ഒരു വ്യവസായിക്ക് അറിയാമായിരുന്നു. പക്ഷെ അദ്ദേഹം അതിന്റെ കാരണം പറഞ്ഞില്ല എന്നുള്ളതേ ഉള്ളൂ. ഇപ്പോ ശ്രീധരനെ പോലുള്ള ആൾക്കാര് അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഭയം IT ഇൻഡസ്ട്രിയിൽ ഉണ്ടായത് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു, സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ. അദ്ദേഹം മറ്റൊരു കാര്യം പറഞ്ഞിരിക്കുന്നു, അതോടെ പറഞ്ഞ് ഞാൻ നിർത്താം. അതായത് IT-യുടെ ഒരു കുതിച്ചുചാട്ടവും വികസനവും വന്നപ്പോൾ പല നിർണായക മേഖലകളെയും നമ്മൾ അവഗണിച്ചിരുന്നു. അത് നമ്മൾ മാത്രമല്ല, പാശ്ചാത്യ ലോകത്തും അവഗണിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോ ഇങ്ങനെ അവഗണിച്ച മേഖലകൾ പലപ്പോഴും നിർണായകമായിട്ട് വരുന്ന ദിവസങ്ങളാണിത്. ഇപ്പം
പാശ്ചാത്യ ലോകത്ത് തന്നെ സെമി കണ്ടക്ടർ മാനുഫാക്ചറിൽ അതിന്റെ പിന്നെ ഫൗണ്ടറികളോ അല്ലെങ്കിൽ ഡിസൈനിങ്ങോ അതൊക്കെ തന്നെ അവരെക്കാളും ശ്രദ്ധ തൈവാനെ പോലുള്ള രാജ്യങ്ങളിലായിരുന്നു. പാശ്ചാത്യ ലോകത്ത് അത്രയും ശ്രദ്ധയിലേക്ക് അവർ പോയില്ല. ചൈനയൊക്കെ ആ രംഗത്ത് വലിയ മുതൽ മുടക്ക് നടത്തി. അതുപോലെ തന്നെ മറ്റു വ്യവസായങ്ങളും ഉണ്ട്. ഇലക്ട്രോണിക്സുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന മേഖലകളിൽ, അല്ലെ എഞ്ചിനീയറിംഗ് ഗുഡ്സിന്റെ മേഖലകളിൽ, അതല്ലെങ്കിൽ സ്പേസിന്റെ മേഖലകളിൽ, ഇങ്ങനെയൊക്കെയുള്ള പുതിയ മേഖലകളിലേക്ക് നമ്മുടെ ശ്രദ്ധ പോകാതെ പല ഇൻവെസ്റ്റേഴ്സും പെട്ടെന്ന് പൈസ ഉണ്ടാക്കാവുന്ന ഒരു മേഖലയായിട്ട് കണ്ട ഐ ടിയിൽ അങ്ങനെ ഫോക്കസ് ചെയ്തു. അത് ശരിക്കു പറഞ്ഞാൽ അത് ഒരു തിരിച്ചടിയായിരുന്നു വരും ദിവസങ്ങളിൽ. അപ്പോ എനിക്ക് തോന്നുന്നത് ശ്രീധർ കൊടുത്തിരിക്കുന്ന ഒരു വലിയ സൂചനയാണ്. വരുന്ന ദിവസങ്ങളിൽ ഈ സൂചന മനസ്സിലാക്കിക്കൊണ്ട് ഐ ടി മേഖലയിൽ പ്രവർത്തിക്കുന്നവര് അവരുടെ ഭാവി പരിപാടികൾ റീചാർട്ട് റീഓർഗനൈസ് ചെയ്യുന്നത് ഒരുപക്ഷെ നല്ലതായിരിക്കും. എന്തായാലും ഈ മേഖലയിലെ വിദഗ്ധന്മാര് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായ പ്രകടനങ്ങൾ ഇനി വരുന്ന ദിവസങ്ങളിൽ നടക്കും. അപ്പോൾ നമുക്ക് കൂടുതൽ ഈ വിഷയത്തിലേക്ക് പോകാം.